പത്തനംതിട്ടയിൽ നിന്ന് പ്രജിത്ത് മോഹനൻ കൂടി ചേർന്നുണ്ട്. പ്രജിത്ത്, ഒരുപക്ഷെ പത്തനംതിട്ട സ്വദേശികളാണ് ഈ മലയാളികളായി മരിച്ചവരിൽ കൂടുതൽ ആളുകളും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ജില്ലയിലെ ഒരു സാഹചര്യം, ഇത്തരത്തിലുള്ള ഓരോ കുടുംബങ്ങളിലെയും സംസ്കാര ചടങ്ങുകളൊക്കെ ഏത് തരത്തിലായിരിക്കും, എപ്പോഴായിരിക്കും? നമ്മളിപ്പോൾ ഉള്ളത് പത്തനംതിട്ടയിൽ കോന്നിയിലാണ്. ഇവിടെ അട്ടച്ചാക്കൽ സ്വദേശി സജു വർഗീസ് എന്ന 56-കാരനും കുവൈറ്റിലുണ്ടായ ഈ അപകടത്തിൽ മരിച്ചിരുന്നു. അദ്ദേഹം ഏതാണ്ട് 22 കൊല്ലത്തോളമായി കുവൈറ്റിലുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒപ്പം നമ്മുടെ അദ്ദേഹത്തിന് കൂടെ ജോലി ചെയ്യുന്ന ഒരാൾ, ഞാൻ മനസ്സിലാക്കുന്നത് താങ്കൾ ഒരേ കമ്പനിയിൽ ഒരേ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ ഒരേ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നവരാണ്. എത്ര കാലമായി ഒരുമിച്ച് വർക്ക് ചെയ്യുന്നുണ്ട്? ഞാനിപ്പോൾ ആയിട്ട് 17 വർഷത്തോളമായി ഇപ്പോൾ ഈ കമ്പനിയിൽ തന്നെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. അന്ന് മുതൽ തന്നെ ഒരുമിച്ചുള്ള വർക്കുകളാണ് ഞങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് സംഭവം അവിടുന്ന് ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു, ഇതുപോലെ ഒരു ആക്സിഡൻറ്റ് നടന്നെന്നും പറഞ്ഞ് വിളിച്ചായിരുന്നു. പിന്നെ ന്യൂസിലൂടെയൊക്കെയാണ് നമ്മൾ പിന്നെ ബാക്കിയെല്ലാം ഡീറ്റെയിലും അറിയാൻ തുടങ്ങിയത്. ഉണ്ട്, ഞാൻ വരുന്നതിന് ഒരാഴ്ച മുമ്പേ ആ ഫ്ലാറ്റ് സന്ദർശിച്ചതാണ്. അപ്പോൾ ഇങ്ങനൊരു ആക്സിഡൻറ്റ് നടക്കുന്ന രീതിയിലുള്ള ഫ്ലാറ്റൊന്നുമല്ല. നമ്മൾ ഈ എന്താ പറഞ്ഞല്ലോ, ഒരു കാര്യം നടക്കുമ്പോൾ അതിന് നെഗറ്റീവും പറയുന്നവരുണ്ട്, പോസിറ്റീവും പറയും. പക്ഷേ ഏറ്റവും നല്ല കുവൈറ്റിലെ ഏറ്റവും നല്ല അക്കോമഡേഷൻ കൊടുക്കുന്ന ഒരു കമ്പനിയാണ് ഈ സ്ഥാപനം എന്ന് പറയുന്നത്. വർക്കേഴ്സിന് വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ വർക്കേഴ്സിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണിത്. ഈ അപകടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഫ്ലാറ്റിലുണ്ടായിരുന്നെന്ന് കരുതുന്നുണ്ടോ? എനിക്ക് അതിനിപ്പോൾ അത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും എന്താ പറയണ്ടേ, പറയാനുള്ള ഇതില്ല നമുക്ക്. അപ്പം എന്താ പറയുക, അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുന്നില്ലല്ലോ. പക്ഷെ നല്ല സേഫ്റ്റിയുള്ള നല്ലൊരു അക്കോമഡേഷൻ ആയിരുന്നു അത്. അവിടെ താമസിക്കുന്ന ഭൂരിപക്ഷം മലയാളികളൊക്കെ തന്നെയാണ്. തീർച്ചയായും താമസിക്കുന്നവർ മാത്രമല്ല, ഈ ജോലി ചെയ്യുന്ന കമ്പനിയിലെ ഭൂരിഭാഗം ആൾക്കാരും മലയാളികൾ തന്നെയാണ് അതിലുള്ളത്. മരിച്ചവരെല്ലാവരും തന്നെ നമ്മുടെ ഉറ്റ സുഹൃത്തുക്കളാണ്, ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവർ തന്നെയാണ് എല്ലാവരും. നല്ല പരിചയമുള്ള ആൾക്കാരാണ്. തീർച്ചയായിട്ടും എന്താ പറയണ്ടേ, ഡെയിലി ഞങ്ങൾ അല്പം വികാരാധീനനായകയാണ്. കാരണം മരിച്ചവരെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ ഒപ്പം ജോലി ചെയ്തു നിന്നവരാണ്. എല്ലാവരെയും മുൻപ് പരിചയമുണ്ട്. സജുവിൻ്റെ കാര്യമാണെങ്കിലും അങ്ങനെ ഏതാണ്ട് 22 കൊല്ലത്തോളമായി സജു കുവൈറ്റിലാണുള്ളത്. അപ്പം സജുവിന് 2 പെൺമക്കളൊക്കെയാണ് ഉള്ളത്. ഇപ്പോൾ ഈ സംസ്കാര ചടങ്ങുകൾ തിങ്കളാഴ്ചത്തേക്കും വെക്കും എന്നുള്ളതാണ് ബന്ധുക്കളിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത്. അദ്ദേഹത്തിൻ്റെ കൂടുതൽ നാട്ടുകാർ ഇവിടെയുണ്ട്, അവരോട് തന്നെ ചോദിക്കാം. ചേട്ടനും കുവൈറ്റിൽ ജോലി ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ കുവൈറ്റിലാണ്. ഈ സജുവിൻ്റെ എത്ര കാലമായി അറിയാം? സജു ഞങ്ങൾ അതിലൊക്കെ എൻ്റെ വീട്, അതുകൊണ്ട് ആ വീടിൻ്റെ താഴെ എൻ്റെ വീട്. ഞാനും പോയിട്ട് ഒരു 21 വർഷത്തോളമായി. സജി 22 വർഷത്തെ മേലായി സജി പോയിട്ട്. ഞാനും മിക്കവാറും വിളിക്കും. അപ്പോൾ ഞാൻ ഇന്നലെ ഈ ബിൽഡിങ് കണ്ടപ്പോൾ രാവിലെ ഒരു കമ്പനിയാണെന്ന്, ഏത് കമ്പനിയൊന്നും പറയില്ല, പ്രൈവറ്റ് കമ്പനി അക്കോമഡേഷൻ തീ പിടിച്ചു. അപ്പം മങ്കപ്പം എന്ന് പറയുന്ന സ്ഥലത്താണ്, ഞാൻ അബ്ബാസിയ സ്ഥലത്താണ് താമസിക്കുന്നത്. അപ്പോൾ ഞാൻ സെയിൽസിലൊക്കെ ആയതുകൊണ്ട് എനിക്ക് എല്ലാവരും നല്ല ബന്ധം, ഇവരുടെ കടയിലുള്ള എല്ലാ സ്റ്റാഫായിട്ടും ബന്ധമാണ്. അങ്ങനെ ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു, ഈ പൊന്തല സജിയുടെ ഫ്ലാറ്റാണ് ഈ തീ പിടിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് വ്യക്തമായിട്ട് അറിയാം, ഞാൻ സജിയുടെ പോയിട്ടുള്ള ആ ഫ്ലാറ്റിൽ പോയിട്ടുള്ള. അപ്പോൾ ഞാൻ അന്നേരം പിന്നെ കുറച്ച് ഉച്ച കഴിഞ്ഞ് സജിയെ വിളിച്ചു. 3 പ്രാവശ്യം വിളിച്ചപ്പോൾ റിങ് ചെയ്യുന്നുണ്ട്, ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ ഞാൻ ഹൈവേയിൽ എനിക്കറിയാവുന്ന കുറച്ച് പേരുണ്ട്, ഹൈവേ സെൻറ്റർ സൂപ്പർ, എൻ്റെ കൂട്ടുകാർ, അവരെയൊക്കെ വിളിച്ചോണ്ടേ പറഞ്ഞു, സണ്ണിച്ച ഒന്നും അറിയാൻ വരും, ഒത്തിരി മിക്സിങ് എന്നൊക്കെ പറഞ്ഞു. ആ കൂട്ടത്തിൽ അപ്പോൾ എന്താണ് ഞങ്ങൾ ബിജുവിനാണ് വിളിക്കുന്നത്, ബിജുവിനെ മിക്സിങ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ബിജു മരിച്ചു. പിന്നെ യുവായിപ്പോൾ ബാവുച്ചാൻ്റെ മോൻ സിബി എന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ മരിച്ചു. പുള്ളി എന്നെ സീരിയസ് ആണെന്ന് പറഞ്ഞ് എൻ്റെ കൂട്ടാൻ ഇട്ടു എന്നിട്ട് അച്ഛൻ്റെ മോൻ സീരിയസ് ആണെന്ന് പറഞ്ഞു. വൈകിട്ടോ ഇന്നലെ എങ്ങോട്ട് പുള്ളിക്കാരൻ മരിച്ചു. അത് തിങ്കളാഴ്ച ഒന്ന് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അത് സിബിയുടെ അമ്മ മരിച്ചിട്ട് ഒരു വർഷമായി. ആ സമയത്ത് പുള്ളിയുടെ ഫാദർ നിർത്തിയായി പോയി. പുള്ളിയുടെ ക്യാഷറായിരുന്നു, പുള്ളി നിർത്തിപ്പോയി. വേറെ കാര്യം ചോദിച്ചിട്ട്, നിങ്ങൾ ഇത്രയും വർഷമായി കുവൈറ്റിലുള്ള ഒരാളാണല്ലോ. അപ്പോൾ ഈ കുവൈറ്റ് പോലൊരു രാജ്യത്ത് ഇങ്ങനൊരു അപകടം ഉണ്ടാകാനോ അല്ലെങ്കിൽ അത് തടയാനും ഉണ്ടായിട്ടുള്ള സാഹചര്യം സംഭവിക്കുന്നു. എല്ലാ സംവിധാനങ്ങളും ഉണ്ട്, എല്ലാം ഫെസിലിറ്റി ആയാലും പണി പവർ ആയാലും എല്ലാം ഉണ്ട്. പക്ഷേ ഇത് എങ്ങനെ സംഭവിച്ചെന്നുള്ളത് ഇതുവരെ ഗൾഫിൽ ഇങ്ങനെ സംഭവിച്ചു. പക്ഷേ വെളുപ്പിനെ ആയതുകൊണ്ടാണ് ഈ സംഭവിച്ചത്. ഇങ്ങനെ ഇത്ര അല്ല ഒരു മനുഷ്യൻ മരിക്കത്തില്ല. അപ്പോൾ ഇങ്ങനെ പുക വരുമ്പോഴേ ആൾക്കാർ പകലെങ്കിൽ ഇതാരും അറിഞ്ഞില്ല, എല്ലാം ഡ്യൂട്ടി കഴിഞ്ഞൊന്ന് ഉറങ്ങുന്ന സമയമാണ്. ഇതിൻ്റെ ഒരു ആരിസുണ്ട്, ആരിസൻ ഇത് കണ്ട് കാണാം, എല്ലാം കത്തി അമർന്നാൽ പിന്നെ കാണുന്നു. അപ്പോഴത്തേക്കും എല്ലാം നല്ല പുകയായി കാണും, അപ്പോൾ ചാടാൻ പറ്റത്തില്ല. എന്തോന്ന് അവിടെ കുവൈറ്റ് അന്വേഷിച്ചുകൊണ്ടിരിക്കുവാണ്. ഈ സജുവിൻ്റെ ഒരു ബന്ധുവിന് പരിക്ക് പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അവർ റിലേഷൻപ്പെട്ട ഒരാൾ അവിടെ ഒന്ന് പുള്ളി എടുത്ത്
ചാടിയപ്പോഴാണ് കൈക്കോ നട്ടലിൻ്റെയൊക്കെ പരിക്കുണ്ടെന്ന് പറഞ്ഞു. എനിക്ക് കറക്റ്റ് അറിഞ്ഞുകൂടാ, ഞാൻ ചോദിച്ചില്ല. അപ്പോൾ ഞാൻ വിളിച്ചിട്ട് ഇന്നലെ എൻ്റെ വേറൊരു കൂട്ടമുണ്ട് സജി എന്ന് പറയും, ചെങ്ങന്നൂരുള്ള സജിയെ എടുത്ത് ചാടി. സജിക്ക് വലിയ പരിക്കൊന്നുമില്ല, പുള്ളിക്ക് ഇന്നലെ സംസാരിക്കാൻ പറ്റും. ഇന്നലെ ഞാൻ ചാനലിൽ കണ്ട. ഞാൻ ആദ്യം സജിയെ വിളിച്ചപ്പോൾ പുള്ളി പറഞ്ഞു ഷോപ്പല്ല, അപ്പോൾ 3-4 ഷോപ്പുണ്ട്. ഈയിടെ അവർ പുതിയ ഷോപ്പ് ചെയ്തു. പിന്നെ ഈ KG പ്രസാദ് എന്ന് പറഞ്ഞാൽ നല്ല മനുഷ്യനാണ്, ജോലിക്കാർക്ക് നല്ല ഹെൽപ്പ് ചെയ്ത പാർട്ടിയാണ്. ഈ ആൾക്കാർ പറയുന്നൊന്നുമില്ല. ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഈ കോന്നി വാഴമുട്ടം മേഖലയിൽ നിന്നൊക്കെ കുറേ ആൾക്കാർ ഈ കമ്പനിയിൽ ജോലി ചെയ്യുന്നു. തിരുവല്ലയിലായതുകൊണ്ട് പുള്ളി ഓരോരുത്തർ റിലേഷൻപ്പെട്ട ആൾക്കാർ പുള്ളി തിരുവല്ലയല്ലേ. അപ്പം ഇവിടെ ഈ നമ്മുടെ പത്തനംതിട്ട ജില്ലക്കാരെ കൂടുതലും ജോലി ചെയ്യുന്നത്, മലയാളികളെ കൂടുതലും ജോലി ചെയ്യുന്നത്. നല്ല രീതിയിലുള്ളൊരു പ്രവർത്തിച്ചൊരു കമ്പനിയാണ്. സ്ഥാപനത്തെ പറ്റി അങ്ങനെയുള്ള മോശം അഭിപ്രായം? ഇല്ലല്ലോ, നല്ല ജോലി. അവർക്ക് എല്ലാ വർഷവും അവരുടെ ആനുവൽ ഡേ ഉണ്ട്. അപ്പം ഞാൻ അതിനായിട്ട് എനിക്ക് അവർ ടിക്കറ്റ് കിട്ടുമായിരുന്നു. എൻ്റെ കൂട്ടുകാരുണ്ട്, ഞാൻ പോയിട്ടുണ്ട്. നാട്ടിൽ സെലിബ്രിറ്റികൾക്ക് വരും. ആ സമയത്ത് ഒരു 3-4 വർഷം മുമ്പ് അവിടെ ജോലി ചെയ്യുന്ന ഒരു തമിഴ്നാട്ടിൽ എവിടെ ഉള്ളവർക്ക് 25 വീടോളം പുള്ളി വെച്ചു കൊടുത്തു. എല്ലാ ആനുകൂല്യം കൊടുക്കും. അവരെ ഇപ്പം പിരിഞ്ഞു പോകുമ്പം അവരെ കംപ്ലീറ്റ് ഇൻഷുറും മറ്റേ അവരെ ആനുകൂല്യങ്ങളെല്ലാം കൊടുക്കുന്നു. നല്ല കമ്പനി. അവരെ തന്നെയാണ് ഈ സൂപ്പർ മാർക്കറ്റ് അവരെ തന്നെ. ഇപ്പോൾ അവർ അവലിൽ സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയായിരുന്നു പുതിയതായിട്ട്. അത് തുടങ്ങിയിട്ട് 2 ആഴ്ചയായുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഈ പത്തനംതിട്ടയുടെ ഒരു കാര്യം പറയുമ്പോൾ നിലവിൽ 5 പേർ പത്തനംതിട്ടയിൽ ഇപ്പോൾ താമസിച്ചുകൊണ്ടിരുന്ന വീടുകളുള്ള ആളുകൾ തന്നെയാണ് 5 പേർ മരിച്ചത്. അപ്പോൾ ഈ മേഖലയുടെ ഒരു പ്രത്യേകത കൂടിയാണ്. കോന്നി വാഴമുട്ടം തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ നിന്ന് തിരുവല്ല കേന്ദ്രീകരിച്ച് ഉള്ള ഒരാളുടെ കമ്പനി ആയതിൽ തന്നെ കൂടുതൽ ആളുകളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയുള്ളവർക്കെല്ലാം പരസ്പരം അറിയാവുന്നവരാണ്, ഈ മരിച്ചവരെ അറിയാവുന്നവരാണ്. മരിച്ചവരെ നേരിൽ കണ്ടുകയും അവരോട് സംസാരിക്കുകയും അവരുടെ സുഹൃത്തുക്കൾക്കും ഒക്കെ ആയിട്ടുള്ളതാണ്. എന്തായാലും പത്തനംതിട്ടയിൽ 5 പേരാണ് ഈ രീതിയിൽ മരിച്ചിരിക്കുന്നത്. നമുക്ക് ഇപ്പോൾ ഏറ്റവും അവസാനമായി ഈ സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട കുറച്ച് കൂടുതൽ വിവരങ്ങൾ പങ്കുവെക്കാനുള്ളത്, ഈ ഏറ്റവും അവസാനമായി പുറത്തു വന്ന സംസ്കാര ചടങ്ങുകൾ അല്ലെങ്കിൽ ഒരു പന്തളം സ്വദേശി ആകാശ് എസ്നായൻ്റെ ശവസംസ്കാരം ശനിയാഴ്ച നടക്കും. വാഴമുട്ടം സ്വദേശി വി മുരളീധരൻ പിയുടെ സംസ്കാരം ഇന്ന് വൈകുന്നേരത്തോടെ നടക്കാനാണ് സാധ്യത. ഇപ്പോൾ നമ്മൾ പറഞ്ഞ അജു വർഗീസ് തിങ്കളാഴ്ചയാണ് അദ്ദേഹത്തിൻ്റെ സംസ്കാരം. തിരുവല്ല മേപ്പള്ള സ്വദേശിയായ തോമസ് ഉമ്മൻ്റെ ശവസംസ്കാരം ഞായറാഴ്ച. കീഴായ്പൂർ സ്വദേശിയായ സിബിൻ മുഹാവിൻ്റെ ശവസംസ്കാരം തിങ്കളാഴ്ചയും നടക്കും. ഈ മതപരമായ ചില ചടങ്ങുകൾ ബന്ധുക്കളൊക്കെ എത്താനുള്ള സാഹചര്യങ്ങളൊക്കെ പരിഗണിച്ചാണ് ചിലരുടെ സംസ്കാരം ഇന്ന് ഈ തിങ്കളാഴ്ചയ്ക്കൊക്കെ മാറ്റിവെച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നമ്മളിപ്പോൾ ഉള്ളത് കോന്നിയിൽ സജു വർഗീസിൻ്റെ വീട്ടിലാണ്. അദ്ദേഹത്തിന് 2 പെൺമക്കളുണ്ട്. ഏതാണ്ട് 22 വർഷമായി അദ്ദേഹം കുവൈറ്റിലുണ്ട്, ഈ കമ്പനിയിൽ ജോലി ചെയ്യുന്നു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് സൂപ്പർവൈസേഴ്സ് അല്ലെങ്കിൽ സ്റ്റോർ കീപ്പേഴ്സ് അങ്ങനെയുള്ള ഒരു തലത്തിലുള്ള ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ജോലിക്കാർ വർക്ക് ചെയ്യുന്ന സ്ഥലത്താണ് ഇങ്ങനെ ഒരു അപകടമുണ്ടായത്. ചിലർ പറയുന്ന ഇത്തരത്തിലുള്ള അപകടത്തിനുള്ളൊരു സാഹചര്യം അവിടെ ഉണ്ട് ഇല്ല അല്ലെങ്കിൽ ഇല്ല എന്നുള്ളതാണ്. കാരണം കൃത്യമായ സംവിധാനങ്ങളും സുരക്ഷാ സംവിധാനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് ഇങ്ങനെ അപകടം നടന്നെന്ന് ഞങ്ങൾക്ക് അറിയാൻ പറ്റുന്നില്ല എന്നുള്ളതും ഇവിടുത്തുകാർ പറയുന്നുണ്ട്. ഇവിടുത്തുകാരെന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വർഷങ്ങളായി കുവൈറ്റിൽ ജോലി ചെയ്യുന്നവരാണ്. അവർക്ക് ഈ കമ്പനിയെക്കുറിച്ച് അറിയാം, ഇവർ താമസിക്കുന്ന ഫ്ലാറ്റിനെ കുറിച്ച്, ഈ അപകടമുണ്ടായ ഫ്ലാറ്റിനെ കുറിച്ച് അറിയാം, അവിടെ പോയിട്ടുണ്ട്. അപ്പോൾ ഒരു അപകടത്തിനുള്ള സാധ്യത അവിടെ ഇല്ല എന്ന് കരുതുന്നവർ തന്നെയാണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ളത്.